യു.എസ്. ചരിത്രത്തിൽ വിയറ്റ്നാം യുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ 11 മാസത്തെ ദൗത്യം പൂർത്തിയാക്കി ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ യു.എസ്.എസ്. ജെറാൾഡ് ആർ. ഫോർഡ് വെർജീനിയയിലെ സ്വന്തം താവളത്തിൽ തിരിച്ചെത്തി. യു.എസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലും വെനസ്വേലൻ പ്രസിഡന്റായിരിക്കെ നിക്കോളാസ് മഡുറോയെ പിടികൂടിയ ദൗത്യത്തിലും ഈ യുദ്ധക്കപ്പൽ പങ്കാളിയായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ ഈ യുദ്ധക്കപ്പലിലും ഒപ്പമുണ്ടായിരുന്ന 2 നശീകരണ കപ്പലുകളിലുമായി 5000-ഓളം നാവികരാണുണ്ടായിരുന്നത്. ഇടയ്ക്ക് കപ്പലിലുണ്ടായ തീപിടുത്തത്തെയും നാവികർക്ക് നേരിടേണ്ടി വന്നു. തുടർന്ന് ഗ്രീക്ക് ദ്വീപായ ക്രീറ്റിൽ വച്ച് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. തിരികെയെത്തിയ നാവികരെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സ്വീകരിച്ചു. യു.എസ്.എസ്. ജെറാൾഡ് ആർ. ഫോർഡ് കപ്പൽ കടലിൽ ചെലവഴിച്ച 326 ദിവസങ്ങൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരു വിമാനവാഹിനി കപ്പൽ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യമാണ്. വിയറ്റ്നാം യുദ്ധകാലത്തെ റെക്കോർഡും ഇതോടെ ഈ കപ്പൽ തകർത്തു. ഇതിനേക്കാൾ ദൈർഘ്യമേറിയ ദൗത്യങ്ങൾ നടന്നിട്ടുള്ളത് 1973-ൽ 332 ദിവസങ്ങൾ കടലിൽ കഴിഞ്ഞ യു.എസ്.എസ്. മിഡ്വേ, 1965-ൽ 329 ദിവസങ്ങൾ കഴിഞ്ഞ യു.എസ്.എസ്. കോറൽ സീ എന്നിവയുടേതു മാത്രമാണ്. കഴിഞ്ഞ ജൂണിൽ വിർജീനിയൻ തീരത്തുനിന്ന് യാത്ര തിരിച്ച കപ്പൽ ആദ്യം മെഡിറ്ററേനിയൻ കടലിലേക്കാണ് പോയത്. തുടർന്ന് നാവിക വിന്യാസത്തിന്റെ ഭാഗമായി കപ്പലിനെ കരീബിയൻ കടലിലേക്ക് തിരിച്ചുവിട്ടു. ജനുവരിയിൽ മഡുറോയെ പിടികൂടാനായി നടത്തിയ സൈനിക നീക്കത്തിൽ ഈ വിമാനവാഹിനി കപ്പൽ പങ്കെടുത്തു. അതിനുശേഷം ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് പോകുകയായിരുന്നു. താനും കെ.സി. വേണുഗോപാലും തമ്മിൽ ഏറെക്കാലമായുള്ള ബന്ധമാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ലോകം മുഴുവൻ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുള്ളവരാണ് തങ്ങൾ. ഭരണപരവും സംഘടനാപരവുമായ എല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ചു മാത്രമേ ചെയ്യൂ. ഒരു വിഷയവും തർക്കത്തിലില്ല. കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനത്തുള്ളയാളാണ് കെ.സി. 15 മിനിറ്റ് ഇരുന്നാൽ തീരാത്ത ഒരു പ്രശ്നവും ഇരുവർക്കുമിടയിലില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. വളരെ വേഗത്തിൽ തീരുമാനങ്ങളെടുക്കാൻ പറ്റുന്ന നേതൃത്വം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനുണ്ട്. ഈ തിങ്കളാഴ്ച മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ നടത്തുമെന്ന് ആരും കരുതിയിരുന്നില്ലല്ലോ. എത്ര വേഗത്തിലാണ് യു.ഡി.എഫിലും കോൺഗ്രസിലും ചർച്ച നടക്കുന്നത്. നാളെ ഉച്ച കഴിയുമ്പോൾ ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക സമർപ്പിക്കും. കേരളത്തിൽ CPM-നു പോലും അതിന് കഴിഞ്ഞിട്ടില്ലെന്നും കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി ചർച്ചയുമായുള്ള ചോദ്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. തന്നെ തൊട്ടാൽ കോൺഗ്രസിന്റെ രക്തമാണ് വരിക. പാർട്ടിയാണെല്ലാം. പാർട്ടി തീരുമാനം പറഞ്ഞാൽ അതിനൊപ്പം നിന്ന് അടിയുറച്ചു നിന്ന് പോരാടുക എന്നുള്ളതാണ് ലക്ഷ്യം. കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെ വളരെ പ്രതീക്ഷയോടെ ജനം നോക്കിക്കാണുകയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയെന്ന ദൗത്യമാണ് വി.ഡി. സതീശൻ സർക്കാരിനുള്ളത്. അതിന് സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുകയെന്ന കർത്തവ്യമാണ് തനിക്കുള്ളതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. യു.എസ്.എസ്. ജെറാൾഡ് ആർ. ഫോർഡ് കപ്പൽ കടലിൽ ചെലവഴിച്ച 326 ദിവസങ്ങൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരു വിമാനവാഹിനി കപ്പൽ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യമാണ്. വിയറ്റ്നാം യുദ്ധകാലത്തെ റെക്കോർഡും ഇതോടെ ഈ കപ്പൽ തകർത്തു. ഇതിനേക്കാൾ ദൈർഘ്യമേറിയ ദൗത്യങ്ങൾ നടന്നിട്ടുള്ളത് 1973-ൽ 332 ദിവസങ്ങൾ കടലിൽ കഴിഞ്ഞ യു.എസ്.എസ്. മിഡ്വേ, 1965-ൽ 329 ദിവസങ്ങൾ കഴിഞ്ഞ യു.എസ്.എസ്. കോറൽ സീ എന്നിവയുടേതു മാത്രമാണ്. കഴിഞ്ഞ ജൂണിൽ വിർജീനിയൻ തീരത്തുനിന്ന് യാത്ര തിരിച്ച കപ്പൽ ആദ്യം മെഡിറ്ററേനിയൻ കടലിലേക്കാണ് പോയത്. തുടർന്ന് നാവിക വിന്യാസത്തിന്റെ ഭാഗമായി കപ്പലിനെ കരീബിയൻ കടലിലേക്ക് തിരിച്ചുവിട്ടു. ജനുവരിയിൽ മഡുറോയെ പിടികൂടാനായി നടത്തിയ സൈനിക നീക്കത്തിൽ ഈ വിമാനവാഹിനി കപ്പൽ പങ്കെടുത്തു. അതിനുശേഷം ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് പോകുകയായിരുന്നു. തിങ്കളാഴ്ച 18-ന് രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 7 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവർക്കായി പാർക്കിംഗ് കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള പാർക്കിംഗ് ഏരിയകളിൽ ഗതാഗത തടസ്സമുണ്ടാകാത്ത വിധം പാർക്ക് ചെയ്യേണ്ടതാണ്. അനധികൃതമായും ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വിധവും പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതാണ്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ്. ട്രാഫിക് ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിന് പൊതുജനങ്ങൾക്ക് 0471 2558
73197930055 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. പേരൂർക്കട, ശാസ്തമംഗലം ഭാഗങ്ങളിൽ നിന്നു സ്റ്റാച്യു വഴി പോകുന്ന വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതയ്ക്കാട്, വിമൻസ് ജംഗ്ഷൻ, തൈക്കാട് വഴി പോകേണ്ടതാണ്. PMG ഭാഗത്തു നിന്നും സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ GV രാജ, LMS, മ്യൂസിയം, മാനവീയം റോഡ്, ആൽത്തറ, വഴുതയ്ക്കാട്, വിമൻസ് കോളേജ് ജംഗ്ഷൻ, തൈക്കാട് വഴി പോകേണ്ടതാണ്. ഓവർബ്രിഡ്ജ് ഭാഗത്തു നിന്നു സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ ഫ്ലൈഓവർ വഴി പോകേണ്ടതാണ്. ഓവർബ്രിഡ്ജ്, തമ്പാനൂർ, മോഡൽ സ്കൂൾ, പനവില, ബേക്കറി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി വരുന്ന MLA, MP മാരുടെ വാഹനങ്ങൾ RBI, ബേക്കറി ജംഗ്ഷൻ, വാൻറ്റോസ്, ജേക്കബ്സ് ജംഗ്ഷൻ, ഗേറ്റ് 4 വഴി സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥർ, പോലീസ്, മീഡിയ എന്നിവരുടെ വാഹനങ്ങൾ RBI, ബേക്കറി ജംഗ്ഷൻ, വാൻറ്റോസ്, ജേക്കബ്സ് ജംഗ്ഷൻ വഴി ഗേറ്റ് 4 ഭാഗത്ത് ആൾക്കാരെ ഇറക്കിയ ശേഷം സംസ്കൃത കോളേജ് ഗ്രൗണ്ട്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നീ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വാഹനങ്ങളിൽ വരുന്ന പ്രവർത്തകർ, പൊതുജനങ്ങൾ ഗേറ്റ് 2, പുളിമൂട്, ആയുർവേദ കോളേജ് ജംഗ്ഷൻ, മോഡൽ സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ആൾക്കാരെ ഇറക്കിയ ശേഷം പാർക്കിംഗ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രവർത്തകരെ കൊണ്ടുവരുന്ന വലിയ വാഹനങ്ങൾ ആറ്റുകാൽ പാർക്കിംഗ് ഗ്രൗണ്ട്, ഐരാണിമുട്ടം ഹോമിയോ റിസർച്ച് സെന്റർ ഗ്രൗണ്ട്, പൂജപ്പുര ഗ്രൗണ്ട്, ചാക്ക്, ലോഡ്സ് ബൈപ്പാസ് റോഡിന്റെ ഇരുവശങ്ങളിലും, കുഴിവില, ആക്കുളം റോഡ്, കൈമനം, പാപ്പനംകോട് റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യേണ്ടതാണ്. പ്രവർത്തകരുമായി എത്തുന്ന ചെറിയ വാഹനങ്ങൾ പുത്തരിക്കണ്ടം മൈതാനം, മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട്, ജാസ് ഹോട്ടലിന് സമീപമുള്ള ഗ്രൗണ്ട്, ജനറൽ ഹോസ്പിറ്റൽ, സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട്, പൂജപ്പുര LBS കോളേജ് ഗ്രൗണ്ട്, LMS കോമ്പൗണ്ട്, ചാല ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാല ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട്, മോഡൽ സ്കൂൾ കോമ്പൗണ്ട്, സംഗീത കോളേജ് കോമ്പൗണ്ട്, ആർട്സ് കോളേജ് കോമ്പൗണ്ട്, വിമൻസ് കോളേജ് കോമ്പൗണ്ട്, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ട്, ഐരാണിമുട്ടം ഹോമിയോ കോളേജ് ഗ്രൗണ്ട്, മൾട്ടി ലെവൽ പാർക്കിംഗ് ഗ്രൗണ്ട്, സാഫല്യം കോംപ്ലക്സ്, പേ ആൻഡ് പാർക്കിംഗ്, വെള്ളയമ്പലം വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട്, കവടിയാർ സാൽവേഷൻ ആർമി സ്കൂൾ ഗ്രൗണ്ട്, ടാഗോർ തിയേറ്റർ കോമ്പൗണ്ട്, PMG, ലോ കോളേജ് റോഡ്, കവടിയാർ കുറവൻകോണം റോഡ് ഇടതുവശം, വികാസ് ഭവൻ റോഡ്, പരുത്തിപ്പാറ കേശവദാസപുരം റോഡ് ഇടതുവശം എന്നിവിടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാകാത്ത വിധം പാർക്ക് ചെയ്യേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മോട്ടോർ സൈക്കിളുകളിൽ വരുന്നവർ പുളിമൂട് ഓവർബ്രിഡ്ജ് റോഡ് ഇരുവശങ്ങളിലും, AKG സ്പെൻസർ റോഡ്, VGT ജേക്കബ്സ്, സാഫല്യം റോഡ്, പബ്ലിക് ലൈബ്രറിക്ക് എതിർവശത്തുള്ള ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാകാത്ത വിധം വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതാണ്. ഗുണനിലവാരമില്ലാത്ത മുട്ട വിൽക്കുന്നുവെന്ന ഉപഭോക്തൃ പരാതികളിൽ ക്വിക്ക് കൊമേഴ്സ് കമ്പനിയായ ബ്ലിങ്കിറ്റിൽ നിന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി FSSAI വിശദീകരണം തേടി. സമൂഹമാധ്യമങ്ങളിൽ ഉപഭോക്താക്കൾ ഉന്നയിച്ച പരാതികളിൽ FSSAI സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. ഉപഭോക്തൃ പരാതികളിൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് FSSAIയുടെ നിർദ്ദേശത്തിലുണ്ട്. ബ്ലിങ്കിറ്റിൽ വാങ്ങിയ മുട്ടകളിൽ ദുർഗന്ധം, റബ്ബർ പോലുള്ള ഘടന എന്നീ പരാതികളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം പ്ലാറ്റ്ഫോമുകളിലൂടെ വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിന് ഇ-കൊമേഴ്സ് കമ്പനികളാകും ഉത്തരവാദികളെന്ന് FSSAI ഉത്തരവിറക്കിയിരുന്നു. കൊറിയർ വഴി കടത്തിയ വൻ ലഹരിശേഖരം പിടികൂടി. ഒരാൾ അറസ്റ്റിൽ. വിദേശത്തുനിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊറിയർ വഴി കൊല്ലത്തെത്തിച്ച ലഹരിശേഖരമാണ് പിടികൂടിയത്. സംഭവത്തിൽ കൊല്ലം പട്ടത്താനം മൈത്രിനഗർ 23 ശാന്തഭവനിൽ വിഷ്ണുലാലിനെ 32 ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫ് സംഘം പിടികൂടി. ഇയാളിൽ നിന്നു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓലയിൽ കടവിലുള്ള സുഹൃത്ത് പ്രണവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 101.07 ഗ്രാം തൂക്കം വരുന്ന 177 MDMA ഗുളികകൾ കണ്ടെടുത്തു. അതീവ തീവ്രതയുള്ള പുതിയ ഇനം ലഹരിമരുന്നാണിതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കളിപ്പാട്ടങ്ങൾക്കൊപ്പം കുറിയർ പാക്കറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി ഗുളികകൾ. ഇൻഡോറിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സിൽ ലഹരിമരുന്നുമായി വിഷ്ണുലാൽ കൊല്ലത്തേക്കെത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് കടപ്പാക്കടയിൽ നിന്നാണ് ഇയാളെ ഡാൻസാഫ് സംഘം കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ലഹരിമരുന്ന് ഗുളികകൾ കുറിയർ വഴി സുഹൃത്തായ പ്രണവിന്റെ ഓലയിൽ കടവിലെ വീട്ടിലേക്ക് അയച്ച വിവരം ഇയാൾ പറഞ്ഞത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ പ്രണവ് കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾക്കൊപ്പം ബഹ്റൈനിലേക്ക് പോയിരുന്നു.
ഈ സാഹചര്യം മുതലെടുത്താണ് വിഷ്ണുലാൽ ലഹരിമരുന്ന് പ്രണവിന്റെ വീട്ടിലേക്ക് കുറിയർ ചെയ്തത്. പ്രണവിന്റെ വീട്ടുകാർ അറിയാതെയായിരുന്നു ഇരുവരും ചേർന്ന് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വിഷ്ണുലാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അയക്കുന്ന ലഹരിമരുന്ന് പ്രണവിന്റെ വിലാസത്തിൽ കൈപ്പറ്റിയ ശേഷം ഇരുവരും ചേർന്ന് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ കുറച്ചുനാളുകളായി വിഷ്ണുലാൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത പറഞ്ഞു. എസ്ഐമാരായ വിനോദ്, മിഥുൻ, കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തന രീതികളെയും തന്ത്രങ്ങളെയും ആധുനികവൽക്കരിച്ചതിനു പിന്നിലെ പ്രധാന തലച്ചോറുകളിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട നൈജീരിയൻ ഭീകരനായ അബൂ ബിലാൽ അൽ മിനുക്കി. അമേരിക്ക ആഗോള ഭീകരനായി 2023 പ്രഖ്യാപിച്ച അൽ മിനുക്കി നൈജീരിയയിൽ നൈജീരിയൻ സേനകളുടെ സംയുക്ത ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഐഎസിന്റെ തലപ്പത്തെ രണ്ടാമനായിരുന്നു അബൂ ബിലാൽ അൽ മിനുക്കി. ബോക്കോ ഹറാം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് ISWAP എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ള മിനുക്കി ഈജിപ്തിലെ IS ആഫ്രിക്കൻ പ്രവർത്തനങ്ങളുടെ പ്രധാന കണ്ണിയായിരുന്നു. 1982 നൈജീരിയയിലെ ബോർണോ സ്റ്റേറ്റിലെ മെനോക്ക് എന്ന സ്ഥലത്ത് ജനിച്ച അൽ മിനുക്കി സഹേൽ, ചാഡ് തടാക മേഖലകളിൽ IS വളർത്തിയെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു. സഹേൽ, ചാഡ് മേഖലകളിലെ രാജ്യങ്ങളിൽ IS പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക, ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, പിന്തുണ നൽകുക എന്നിവയായിരുന്നു ഇയാളുടെ ചുമതല. ISന്റെ ആഫ്രിക്കയിലെ പ്രധാന സാമ്പത്തിക ഏകോപന ശൃംഖലകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന അൽഫർഖാൻ ഓഫീസുമായും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സൈനിക നടപടിക്കിടെ മിനുക്കി കൊല്ലപ്പെട്ടതായി 2024 നൈജീരിയൻ സൈന്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മിനുക്കിയെ ഇല്ലാതാക്കിയതിലൂടെ ഐസിസിന്റെ ആഗോളതലത്തിലെ പ്രവർത്തനത്തിൽ വലിയ ആഘാതമുണ്ടാക്കാനായെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. കലവൂർ മുതൽ മാരാരിക്കുളം കളിത്തട്ട് ജംഗ്ഷൻ വരെ ദേശീയപാതയോരത്ത് വിവിധയിടങ്ങളിൽ ശുചിമുറി മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പല സ്ഥലങ്ങളിലും ക്യാമറകളുണ്ടെങ്കിലും ഇതുവരെ ഉത്തരവാദികളെ കണ്ടെത്താനായിട്ടില്ല. രാത്രി ടാങ്കർ ലോറിയിലെത്തിച്ചാണ് മാലിന്യം തള്ളുന്നത്. പലയിടങ്ങളിലും രാത്രി ടാങ്കർ ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനമാണ് എന്ന് കരുതി ശ്രദ്ധിക്കാറില്ല. കലവൂർ, വളവനാട്, മാരാരിക്കുളം കളിത്തട്ട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് സ്ഥിരമായി മാലിന്യങ്ങൾ തള്ളുന്നത്. 2 മാസങ്ങൾക്ക് മുൻപ് മാരാരിക്കുളത്ത് ശുചിമുറി മാലിന്യം തള്ളിയത് ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കിയിരുന്നു. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീഷണിയും നാട്ടുകാരെ ആശങ്കയിലാക്കി. മഴയിൽ മാലിന്യമൊഴുകി റോഡിലുമെത്തുന്നുണ്ട്. ഇത് വാഹനയാത്രക്കാർക്കും ദുരിതമായിരിക്കുകയാണ്. രാത്രി ഈ മേഖലകളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയാൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE സ്കൂളുകളിൽ ജൂലൈ 1 മുതൽ 9ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് 3 ഭാഷകളുടെ പഠനം നിർബന്ധമാകും. തിരഞ്ഞെടുക്കുന്ന 3 ഭാഷകളിൽ കുറഞ്ഞത് 2 എണ്ണമെങ്കിലും ഇന്ത്യൻ പ്രാദേശിക ഭാഷകളായിരിക്കണം. എന്നാൽ 10ാം ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന 3ാമത്തെ ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടായിരിക്കില്ല. ഈ ഭാഷയുടെ മൂല്യനിർണ്ണയം പൂർണ്ണമായും സ്കൂൾ തലത്തിലായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും വിദ്യാർത്ഥികളിലെ അനാവശ്യ സമ്മർദ്ദം കുറയ്ക്കാനുമാണ് ഈ തീരുമാനമെന്ന് ബോർഡ് അറിയിച്ചു. ചങ്ങനാശ്ശേരി നിയുക്ത MLA വിനു ജോബ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ തൃക്കൊടിപ്പാനത്ത് വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് നടത്തുന്ന പര്യടനത്തിനിടെയായിരുന്നു സംഭവം. വിനു ജോബ് സഞ്ചരിച്ചിരുന്ന ജീപ്പിന്റെ നിയന്ത്രണം പെട്ടെന്ന് നഷ്ടമായതാണ് അപകടത്തിന് കാരണമായത്. അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്ന 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. വിനു ജോബിന് കാര്യമായ പരിക്കുകളില്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് നിലവിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. പരിക്കേറ്റ പ്രവർത്തകരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർക്കാവശ്യമായ ചികിത്സകൾ ലഭ്യമാക്കി വരികയാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി എറണാകുളത്തെത്തിയ VD സതീശന് വമ്പൻ സ്വീകരണമൊരുക്കി UDF പ്രവർത്തകർ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 100 കണക്കിന് പ്രവർത്തകരാണ് സതീശനെ സ്വീകരിക്കാനെത്തിയത്.
പ്രവർത്തകരുടെ തിക്കിനും തിരക്കിനുമിടയിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രിയെ വാഹനത്തിലെത്തിക്കാൻ പോലീസും പാർട്ടി നേതാക്കളും ഏറെ പണിപ്പെട്ടു. പിന്നീട് മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിയുടെ കാക്കനാട് വാഴക്കാലയിലെ വീട്ടിലും സതീശനെത്തി. നിട്ടൂരിലെ കുടുംബവീട്ടിലെത്തി സഹോദരങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെയും നിയുക്ത മുഖ്യമന്ത്രി സന്ദർശിച്ചു. CBSEയുടെ പട്ടികയിലുള്ള ഏതു ഭാഷയും സ്കൂളുകൾക്ക് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന 3 ഭാഷകളിൽ 2 എണ്ണമെങ്കിലും ഇന്ത്യൻ ഭാഷകളായിരിക്കണം. 2 എണ്ണം ഇന്ത്യൻ ഭാഷകളാണെങ്കിൽ മാത്രമേ വിദേശ ഭാഷകൾ 3ാമത്തെ ഭാഷയായി പഠിക്കാൻ അനുവദിക്കൂ. അല്ലെങ്കിൽ വിദേശ ഭാഷകളെ 4ാമത്തെ ഓപ്ഷണൽ ഭാഷയായി തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷും ഹിന്ദിയും ഉൾപ്പെടെ 44 ഭാഷകൾ CBSEയുടെ ഭാഷാവിഷയങ്ങളുടെ പട്ടികയിലുണ്ട്. ഒരു സ്കൂൾ 1ാം ഭാഷയായി ഉറുദുവും 2ാം ഭാഷയായി ഹിന്ദിയോ തമിഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്ത്യൻ ഭാഷയോ ആണ് നൽകുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ പോലുള്ള വിദേശ ഭാഷകൾ 3ാമത്തെ ഭാഷയായി തിരഞ്ഞെടുക്കാം, അധികൃതർ പറയുന്നു. എന്നാൽ 1ാം ഭാഷയായോ 2ാം ഭാഷയായോ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 3ാമത്തെ ഭാഷയായി വിദേശ ഭാഷ തിരഞ്ഞെടുക്കാൻ കഴിയില്ല.